കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലും ഉണ്ടെന്ന് പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേർത്തത്. പ്രസാദ്, എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ലക്ഷ്മി, ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കട്ടിപ്പാറ താഴ്വാരത്ത് അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. അതിൽ മണ്ണാച്ചിയേറ്റ നിലയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇതിന് സമീപ പ്രദേശങ്ങളൊന്നും തന്നെ ജനവാസ മേഖലയല്ലെങ്കിലും അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഭീതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ പ്രദേശത്തുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. ഇതിപ്പോ മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടോ പ്രസാദ്? ആരോടെങ്കിലും ഒക്കെ മാറി താമസിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നിലവിൽ ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. പക്ഷേ മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ, മഴയും അതോടൊപ്പം തന്നെ കാറ്റും ഇതുപോലെ തുടരുകയാണെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് കട്ടിപ്പാറയിലെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടെ ആശങ്ക തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ആരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ഇപ്പോ ഈ കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ മണ്ണിടിച്ചിൽ. അതുപോലെ തന്നെ പ്രസാദ്, ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത അനുസരിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴയും കാറ്റും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി, കോഴിക്കോട് ജില്ലയിൽ ഒട്ടാകെ തന്നെ, അതായത് മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ, മാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ശക്തമായ മഴയുണ്ട്. വലിയ തോതിൽ അതിശക്തമായ കാറ്റാണ്. അതുകൊണ്ട് തന്നെ മരം കടപുഴകി വീടുകൾക്ക് ഭാഗികമായി കേടുപറ്റുകയും വാഹനങ്ങൾ തകരുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ചാലിയാർ പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും എല്ലാം തന്നെ ശക്തമായ നീരൊഴുക്കാനുള്ളത്. ചാലിയാറിലെ റെഗുലേറ്ററിന്റെ ജലം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റു സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമരശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴ തുടരുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. മരം വീണാണ് പലയിടങ്ങളിലും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തൊട്ടിൽപ്പാലം മാനന്തവാടി റോഡിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഈ മഴ ഈ രീതിയിൽ തുടരുന്നത് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ആശങ്കയിലാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും. ഓക്കെ, ശരി പ്രസാദ്. കോഴിക്കോടിന്റെ മലയോര മേഖലകളിലാണ് കനത്ത മഴയും കാറ്റും ഒക്കെ നിലനിൽക്കുന്നത്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ 1-2 മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മരം വീണ് നിരവധി വീടുകൾ തകർക്കപ്പെട്ട വാർത്തകൾ വരുന്നു. പലയിടത്തും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായിട്ടും വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഈ കോഴിക്കോടും ഭാഗങ്ങളിലൊക്കെ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ മഴ നിലനിൽക്കുന്നത് മാത്രമല്ല, ഈ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നതും ആശങ്കാജനകമാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി, കോഴിക്കോട് നിന്ന്.